ഹായ് ഹലോ ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് തലേ ദിവസം നടന്ന റിസപ്ഷൻ്റെ കുറച്ച് വീഡിയോകളാണ്. അപ്പം നിങ്ങൾക്കറിയാം, വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ പലരെയും ഏൽപ്പിച്ച് എടുത്ത വീഡിയോകളാണ്. പക്ഷേ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം പിന്നെ കുറച്ച് ഫോട്ടോകളും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് ഞാനൊരു വീഡിയോ സെറ്റാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാതെ വന്നിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പം അവരെല്ലാം ക്ഷമിക്കുക. അപ്പോൾ ഇത് മെയ് 9-ാം തീയതി ആയിരുന്നു നമുക്ക് റിസപ്ഷനായിട്ട് നടന്നത്, തലേ ദിവസത്തെ ഫംഗ്ഷൻ. അപ്പം രാവിലെ തൊട്ട് നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വേണ്ടപ്പെട്ട ഒരുപാട് പേരും ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് പോയി കേട്ടോ. ഹിന്ദി പ്രചാരസഭയിലൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അവരെല്ലാവരും ഉച്ചയ്ക്ക് വന്നിട്ടാണ് പോയത്. അതുപോലെ ഒരുപാട് പേരും നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം പോയതിന് ശേഷമാണ് വൈകുന്നേരമാണ് നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ ആരംഭിച്ചത്. നമുക്കൊരു 4-4:30 മണിയായി കേട്ടോ. പെൺകുട്ടി നിരഞ്ജന ഒരുങ്ങിയിട്ട് വന്ന് പിന്നെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോഗ്രാഫറെയൊന്നും വിളിച്ചില്ല, ഫോട്ടോ മാത്രമാണ് നമ്മൾ എടുപ്പിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ദാണ്ട് നിരഞ്ജനയുടെയൊക്കെ ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ തലേ ദിവസവും. പിന്നെ അന്നത്തെ ഒരു പ്രത്യേക സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് രാവിലെ എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി വയ്യാതെ വന്നായിരുന്നു. അപ്പം രാവിലെ ഹോസ്പിറ്റലൈസ് ചെയ്തായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കീർത്തനയും ശരത്തും രാവിലെ തൊട്ടേ ഇല്ലായിരുന്നു. അവരായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും. ICUയിലേക്ക് ആയിരുന്നു അമ്മ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളും എല്ലാം നമുക്കിങ്ങനെ ഒരു പെൻഡിങ് ആയി പോയത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും ഒരു സന്തോഷകരമായ ഒരു സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലൈസ് ആയിപ്പോയിട്ടുള്ളെങ്കിലുള്ള കാര്യങ്ങൾ, ആ ഒരു വിഷമങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എൻ്റെ അണ്ണനും എൻ്റെ ബ്രദറും വൈഫുമാണ് അപ്പം അവിടെ ആശുപത്രിയിൽ നിന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബ്രദറ് മക്കളെയും കൊണ്ട് വന്നിരുന്നു, വൈഫ് അപ്പോഴും വന്നിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് അന്ന് ഞങ്ങളുടെ തലേ ദിവസത്തെ ഫംഗ്ഷൻ നടന്നത് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊക്കെ ഉള്ള ഒരുപാട് പേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നിരഞ്ജനയുടെ കൂടെ തൊടുപുഴയിൽ പഠിച്ച കുട്ടികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തിലകത്തിൻ്റെ മകൻ വൈശാഖും വൈഫും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് മാത്രം വന്നതാണ് കേട്ടോ. അവർ മാത്രമല്ല, ഒരുപാട് പേരും ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് വേണ്ടി വന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അവരെല്ലാം ഞാൻ ഈ ഒരു സമയത്ത് നന്ദിയോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ഫുഡൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു, പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. അപ്പം സാധാരണ നമ്മൾ കീർത്തൻ്റെ കല്യാണത്തിന് നമ്മൾ ഒറ്റ ഐറ്റം മാത്രമാണ് ശരിയാക്കി ഇരുന്നത് കേട്ടോ. അതുപോലെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് നല്ലതായിരുന്നു എന്ന് ഒരുപാട് പേരും വന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അത്ര നല്ല ഫുഡായിരുന്നു. നമുക്ക് കീർത്തനയുടെ കല്യാണം, നിശ്ചയം, നമ്മുടെ നിരഞ്ജനയുടെ നിശ്ചയം ഒക്കെ വിളിച്ചിട്ടുള്ള നമ്മളെ കൊല്ലാക്കോഴി ശ്രീഭദ്ര കാറ്ററിങ്ങിനെ തന്നെയാണ് നമ്മൾ തലേന്നത്തേക്കും നാളെ കല്യാണത്തിനത്തേക്കും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലും വെച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരിയും വന്നിരുന്നു. ഹരിയും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാരും ഇങ്ങോട്ട് അതൊക്കെ മാറല്ലേ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഏകദേശം ഉള്ളത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ച കുട്ടി കുറച്ച് വീഡിയോ എടുത്തോളൂ കേട്ടോ, കുറച്ച് ഫോട്ടോയും എടുത്തോളൂ കേട്ടോ. അപ്പം അറിയാമല്ലോ, നമുക്ക് നിന്ന് വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഒളിച്ചു വെച്ചൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോ കാണാം. അപ്പോൾ എൻ്റെ വീടാണിത്. അപ്പോൾ ഇത് എൻ്റെ സുജിയുടെ മക്കളാണ്, മിട്ടുവും അമൃതയും സുജി, അപ്പ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മുടെ അന്നു കേട്ടോ, അന്നുവിനെ നമുക്ക് മൈൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല കേട്ടോ, അത്രയും തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ വൈകുന്നേരമൊക്കെ കുറച്ച് ആളൊക്കെ കുറവായിരുന്നു ആ സമയത്ത്. അപ്പം തിലകവും കൃഷ്ണപ്രിയയും അപ്പം അങ്ങനത്തെ മിനിയും എല്ലാവരും ഒക്കെ ആയിട്ട് നിരഞ്ജന എല്ലാവരെയും വിളിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നിരഞ്ജനയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, നിരഞ്ജന വളരെ ഫ്രണ്ട്ലിയാണ്, എല്ലാവരുടെ കൂടെയും ഭയങ്കര സ്നേഹമായിട്ടാണ് കേട്ടോ എല്ലാവരെയും വിളിച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ആർദ്രയാണ്. അപ്പം നിരഞ്ജനയുടെ തൊടുപുഴയിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്. ഇത് നിരഞ്ജനയുടെ ടീച്ചറാണ്, ബീന ടീച്ചർ എന്ന് പറയുന്ന ബീന ടീച്ചറിൻ്റെ മോളാണ് ഇത്. ബീന ടീച്ചർ എന്ന് പറഞ്ഞാൽ നിരഞ്ജനയുടെ സ്കൂളിലെ ടീച്ചറായിരുന്നു. ബീന ടീച്ചറിനെ പോലെ ഒരു മലയാളം BEd ഒക്കെ എടുത്തൊരു ടീച്ചർ ആവണമെന്നായിരുന്നു ആദ്യത്തെ നിരഞ്ജനയുടെ ആഗ്രഹം. പിന്നെ അവൾ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ദാണ്ട സാറ് ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ദാണ്ട സാറ് ചിരിക്കുന്നത് കണ്ടപ്പോൾ സാറിന് ചിരിക്കാൻ അറിയാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഈ പയ്യനാണ് കേട്ടോ എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. ഇത് സാറും സാറിൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡും അനിയനും ഒക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് നമ്മുടെ കവിതയാണ്. കവിത കുറേ ദിവസം കൊണ്ടേ ഇവിടെ നിന്ന് അടിമപ്പണി തന്നെയായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും കവിതയുടെ കൈ കൂടെയാണ് കേട്ടോ പോയത്. ആ ഒരു കടപ്പാടൊക്കെ എന്ന് വീട്ടുമെന്ന് അറിയത്തില്ല. അതുപോലെ നമ്മുടെ ബിന്ദു അമ്മയും 2 ദിവസത്തിന് മുമ്പേ തന്നെ വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഉഷയും മോളുമാണ്. ഇത് കീർത്തനയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഐശ്വര്യയും ചിന്തുചേട്ടൻ എന്നാണ് കീർത്തന പറയുന്നത്. അപ്പം അവർ കാര്യവട്ടം ക്യാമ്പസിൽ ഒന്നിച്ചൊക്കെ പഠിച്ചതാണ്. അപ്പം അവരും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ 2 അഭിമാന പാചകങ്ങളായ മക്കളുകളാണ് കേട്ടോ, നിരഞ്ജനയും കീർത്തനയും. അപ്പോൾ ഇത് നിരഞ്ജനയുടെ ഫ്രണ്ടാണ്, അവനും തലേ ദിവസം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പം മറ്റേത് ആർദ്രയാണ്, നമ്മുടെ മുൻ MLA ജയലാൽ സാറിൻ്റെ മോളാണ്. ഇവനാണ് നമ്മുടെ പ്രകാശം, നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഇട്ടത് ഇവനാണ്. ഇവിടുത്തെ ലൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും മെയിൻ അധികാരി ഇവനാണ്. അപ്പം ഇവൻ്റെ അച്ഛനായിരുന്നു കീർത്തനയുടെ സമയത്ത് നമ്മൾ ലൈറ്റ് ഒക്കെ സെറ്റാക്കിയത്. അപ്പം ഇപ്പം അച്ഛനില്ല, അപ്പം പകരം അവനാണ് എല്ലാം ചെയ്തത് കേട്ടോ. മണീസ് എന്നാണ് അവരുടെ ലൈറ്റ് സിസ്റ്റത്തിൻ്റെ പേര് കേട്ടോ. പിന്നെ ഇത് അപർണയും ആനന്ദുമാണ്. അപ്പം ഇവരൊക്കെ എല്ലാ കാര്യത്തിനും കീർത്തനയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇത് സാറിൻ്റെ കുഞ്ഞമ്മയാണ്. അപ്പം അങ്ങനെ എല്ലാ ബന്ധുക്കളും കേട്ടോ, ഇതിപ്പോൾ എണ്ണി പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ, അത്രയും അടുത്ത ബന്ധുക്കളും ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ ഏറ്റവും അടുത്ത എല്ലാവരും അടുപ്പമുള്ളവരാണ് കേട്ടോ. എല്ലാവരും വന്നിരുന്നു. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചിപ്പിയെ നമ്മൾ എടുത്തു പറയണം, കാരണം ചിപ്പി എല്ലാ കാര്യത്തിനും ഓൾ ഇൻ ആളാണ്, എല്ലാ കാര്യത്തിനും വരും. ഇത് വിദ്യ ടീച്ചറാണ്. അപ്പോൾ ഇതൊക്കെ നിരഞ്ജനയുടെ സ്റ്റുഡൻസാണ്. നിരഞ്ജന ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ അണ്ണൻ്റെ മക്കളാണ്. അപ്പം ഇതെല്ലാവരും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഓരോരുത്തരുടെയും പേര് പോലും എടുത്തു പറയേണ്ടതില്ല, കാരണം എല്ലാവരും ഞങ്ങൾക്ക് വേറൊന്നല്ല, എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇത് അജന്തോമാർ സാറിൻ്റെ ഫാമിലിയാണ്. അജന്തോമാർ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തന്നൂരിലെ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്ന ഒരു സാറാണ്, ഒരു അധ്യാപകനാണ്. അപ്പം ഞങ്ങളുടെ സന്തോഷ് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സന്തോഷ് സാറ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് അവരുടെ ബന്ധം കേട്ടോ. അപ്പോൾ ഇത് രജിയാണ്. രജി ഷീമാട്ടി ജംഗ്ഷനിൽ ഹോളി പ്രസ് എന്നുള്ള സ്ഥാപനം നടത്തുകയാണ്. അപ്പം ഞങ്ങൾക്ക് പണ്ടേ അറിയാവുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ നിരഞ്ജനയുടെ കല്യാണ ലെറ്റർ ഞങ്ങൾ അവിടെയാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തത്. ഇത് ഞങ്ങളുടെ ഒരു ന്യൂ നൈബറാണ്. അപ്പോൾ ഇത് സ്മിതയാണ്, എൻ്റെ ഒരു അനിയത്തിയാണ്. അപ്പോൾ ഇത് സിന്ധുവും ധനികയുമാണ്. പിന്നെ ഇതെൻ്റെ ബ്രദറും മക്കളുമാണ്. അപ്പം അങ്ങനെ തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് സിനിയും നിരഞ്ജനയുടെ ഫ്രണ്ടുമാണ്. അപ്പോൾ ഇത് അഭിരാമിയാണ്. അഭിരാമി എല്ലാ കാര്യത്തിനും ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഇത് നിരഞ്ജനയുടെ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ നമ്മളുടെ റിലേറ്റീവാണ്. ഇത് റീനയും മക്കളുമാണ്. കണ്ട സാറിൻ്റെ ചേച്ചിയാണ് കേട്ടോ, ചേച്ചിയും ഫാമിലിയുമാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ മോനും മരുമോളും കുഞ്ഞും ഒക്കെയാണിത്. ഇത് ചേച്ചിയുടെ മോളാണ്. അപ്പം ഇവരെല്ലാം എറണാകുളത്തുള്ളവരാണ് കേട്ടോ. അപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ അനിയത്തിയുടെ മക്കളാണ്. ഇതെൻ്റെ അനിയത്തിയാണ്. അങ്ങനെ ഒരുപാട് പേരും എന്താ പറയുന്നത്, സന്തോഷമാണ് കേട്ടോ. എല്ലാവരും വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. എല്ലാവരും വരാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞങ്ങളൊരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും വിളിക്കുന്നത്. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം കീർത്തനയുടെ കല്യാണ സമയത്ത് ഞങ്ങൾ കല്യാണ ലെറ്ററിൽ ഞങ്ങൾ പ്രസൻറ്റേഷൻ അവോയ്ഡ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിരഞ്ജനയുടെ കല്യാണ ലെറ്ററിൽ ഞങ്ങളന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കറക്റ്റായിട്ടും പ്രസൻറ്റേഷൻ അവോയ്ഡ് ചെയ്യണമെന്ന് തന്നെ ഉദ്ദേശിച്ച് എഴുതിയതാണ് കേട്ടോ.
അത് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം തികഞ്ഞോ അങ്ങനെയൊന്നും അല്ല കാര്യം. പക്ഷേ ഒരുപാട് പേരും തെറ്റിദ്ധരിച്ചു. ഇപ്രാവശ്യം എല്ലാവരും ചോദിച്ചായിരുന്നു, ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ പ്രസൻറ്റേഷനൊന്നും വാങ്ങിച്ചില്ലല്ലോ, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം മേടിച്ചു വിടാന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. രണ്ടുപേരുടെ കല്യാണത്തിനും ഞങ്ങൾ യാതൊന്നും ആരിൽ നിന്നും സ്വീകരിക്കത്തില്ല എന്നുള്ളത് കേട്ടോ. എങ്കിലും സ്വീകരിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. സാറിൻ്റെ സഹോദരങ്ങളും എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് ധിക്കരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമല്ലോ. അപ്പം ഞങ്ങൾ കഴിവതും വാങ്ങിക്കാതെ കല്യാണം നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ പണ്ടത്തെയുള്ള ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ 2 മക്കളുടെയും കല്യാണം അങ്ങനെ നടത്തണമെന്ന് കേട്ടോ. പിന്നെ അവർക്ക് സ്ത്രീധനരഹിതമായിട്ടുള്ളൊരു കല്യാണമാണ്. കാരണം അവർ ഒട്ടും സ്വർണ്ണം ഒന്നും ഇടാതെയാണ് 2 പേരും കല്യാണം കഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പം അത് സത്യം പറഞ്ഞാൽ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമാണ്. അപ്പം ഞാനിതൊക്കെ ഇവിടെ പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ, കീർത്തനയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള സമയങ്ങളിൽ കുറച്ച് പേര് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് ഞങ്ങൾക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളൊന്നും മേടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരു ഭയങ്കര തെറ്റായ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം പാരിതോഷികം വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പേരൻസാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് അത് തീരുമാനിക്കേണ്ടത്. അത് സത്യം പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ വിളിക്കുന്ന ഗസ്റ്റുകൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. പാരിതോഷികങ്ങളൊന്നും വാങ്ങാതെ, പ്രസൻറ്റേഷനുകളൊന്നും വാങ്ങാതെ, സ്ത്രീധനമൊന്നും നൽകാതെ അല്ലെങ്കിൽ സ്ത്രീധനമൊന്നും മേടിക്കാതെ ഒക്കെ നടക്കുന്ന കല്യാണങ്ങളൊക്കെ ഇനി ഒരുപാട് വരാനിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇനിയുള്ള കല്യാണങ്ങളെല്ലാം അങ്ങനത്തെ രീതിയിൽ ഒരുപാട് കടങ്ങളും ലോണുകളും ഒന്നും പേരൻസിൻ്റെ തലയിൽ വരാത്ത രീതിയിലുള്ള കല്യാണങ്ങൾ നടക്കട്ടെ. കാരണം കുട്ടികൾക്കൊക്കെ ജോലിയുണ്ട്, ജോലിക്ക് വേണ്ടി അവരെ നമ്മൾ പ്രാപ്തരാക്കുക. ഒരു ജോലിക്ക് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർ സ്വന്തം കാലിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ആ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. ബാക്കിയെല്ലാം അവർ നോക്കിക്കോട്ടെ. ഓക്കെ അല്ലേ അത്? ഓക്കെ. അപ്പം ഇനിയും നമുക്ക് കുറച്ച് പേരുടെ ഫോട്ടോകളുടെ കൂടെ കാണാനായിട്ടുണ്ട്. അപ്പം കുറച്ച് പേരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പം എല്ലാവരും നമുക്ക് ഒരുപോലെയാണ് കേട്ടോ. ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കല്യാണ വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.